ഇപ്പം കശ്മീരിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം തീർച്ചയായിട്ടും ഹിന്ദിയിൽ പറയുന്നത് ജമീൻ ആസ്മാൻ കാ ഫറക്ക് എന്ന് പറയുന്നത്, അതായത് വളരെയേറെ മാറിയ ഒരു സാഹചര്യമാണ്. അതിന്റെ കാരണം പല കാരണങ്ങളാണ്. ഒന്ന്, ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ രാഷ്ട്രീയ ഇച്ഛാശക്തി സൈനികപരമായിട്ടുള്ള ഒരു നീക്കങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആർട്ടിക്കിൾ 370 മാറ്റുക, അവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി ഗ്രൗണ്ടിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് നമ്മൾ ഇപ്പം കാണുന്നത്. കാരണം നമ്മൾ നേരത്തെയും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പ്രതീക്ഷയില്ല. അവർ കണ്ടിട്ടുള്ളത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയാലും ശരി, പഴയ ഒരു ചീഫ് മിനിസ്റ്ററിന്റെ ഡിസ്കോ ചീഫ് മിനിസ്റ്റർ എന്നായിരുന്നു അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. കാരണം അദ്ദേഹം എപ്പോഴും ഡിസ്കോ പോയി കളിക്കുകയും ബോംബെയിൽ പോയി ഒക്കെ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ആക്ച്വലി ഭരണം അവിടെ നടക്കുന്നുണ്ട്. ഓൾദോ അവരുടെ തന്നെ ആളുകളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ തന്നെ ഇപ്പം ഡെവലപ്മെന്റ് നടക്കുന്നുള്ള ഒരു നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഓൺ ഗ്രൗണ്ട് ആളുകളും വിശ്വസിച്ച് തുടങ്ങി. അതായത് ഇനി കശ്മീരിൽ ഡെവലപ്മെന്റ് നടക്കാം. അല്ലെങ്കിൽ പണ്ട് കശ്മീരിൽ കറപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു.